പറയും, നബിയെ അങ്ങ് സത്യമല്ലാതെ പറയാറില്ലല്ലോ, അതുകൊണ്ട് ഞാൻ സാക്ഷി പറഞ്ഞതാണ്. ഞാൻ കണ്ടിട്ടില്ലെങ്കിലും അങ്ങ് പറഞ്ഞത് സത്യമാണ്, അതെനിക്ക് ഉറപ്പാണ്. ആ ഒരു സംഭവത്തിന്റെ ശേഷം ഹുസൈമത്ത് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് 2 സാക്ഷികളുടെ പവർ നൽകി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 സാക്ഷികൾ വേണ്ട കേസിനൊക്കെ ഹുസൈബ തങ്ങൾ വന്നാൽ 1 സാക്ഷി മതി. അദ്ദേഹം 2 സാക്ഷികളുടെ സ്ഥാനത്താണ്. എന്തേ? നബിയെ നിങ്ങൾ പറഞ്ഞതിൽ പിന്നെ അതിനപ്പുറത്തില്ലല്ലോ നബിയെ എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരുന്ന സ്വഹാബി ഹുസൈമത്ത് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. നബിയുടെ വാക്കിലുള്ള ഈ വിശ്വാസം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്മാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അമ്മാർ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ലോകത്തെ ആദ്യ ഷഹീദുകളിൽപ്പെട്ട യാസിർ എന്നവരെ, അവരുടെ ഭാര്യ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ ആദ്യത്തെ ഷഹീദത്ത്, അവരുടെ മോനാണ് അമ്മാർ റളിയല്ലാഹു അൻഹു. അമ്മാർ എന്നവര് രോഗബാധിതരായി കിടക്കുമ്പോ അമ്മാർ എന്നവരുടെ ഉമ്മ അമ്മാർ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ മോൻ അമ്മാർ പറയാറുണ്ട്, ലാ അമൂതു ഫീ മർദി ഹാദാ, ഞാൻ ഈ കിടക്കുന്ന രോഗത്തിൽ എനിക്ക് മരണം വരികയില്ലെന്ന് ഉറപ്പാണ്. ഹദ്ദസനി ഹബീബി റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഹബീബായ നബി തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അന്നീ ലാ അമൂതു ഇല്ലാ ഖതീലാ ബൈന ഫിഅതൈൻ മുഅ്മിനതൈൻ, മുഅ്മിനീങ്ങളായ 2 സമൂഹങ്ങൾക്കിടയിൽ നടക്കുന്ന ഒരു യുദ്ധത്തിലാണ് ഞാൻ മരിക്കുക എന്ന് എന്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഗുരുതരമായ അസുഖം വന്നപ്പോ അമ്മാർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ മരിക്കൂല ഉമ്മ, ഈ അസുഖത്തിൽ ഞാൻ മരിക്കുന്നത് അസുഖം കൊണ്ടല്ല, ഒരു യുദ്ധത്തിലാണ് എന്ന് മുത്ത് റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഉമ്മ. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹും മുആവിയ റളിയല്ലാഹു അൻഹും തമ്മിലുണ്ടായ ഇജ്തിഹാദി പ്രശ്നത്തിൽ, അവർ തമ്മിലുണ്ടായ അഭിപ്രായ ഭിന്നതയിൽ അതുമൂലമുണ്ടായ യുദ്ധത്തിലാണ് അമ്മാർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്തിൽ നിന്നിരുന്ന അമ്മാർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ സംഘത്തിന്റെ ആക്രമണത്തിലാണ്. മുആവിയ തങ്ങൾ പോലും അതെപ്പോഴും പറയുമായിരുന്നു, അന്ന് അസുഖം ബാധിച്ചിരുന്നപ്പോ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിച്ചപ്പോ മുആവിയ റളിയല്ലാഹു അൻഹു അമ്മാർ എന്നവരെ സന്ദർശിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ ലാ തജ്അൽ മനിയതഹു ബിഐദീനാ, അല്ലാഹുവേ ഈ അമ്മാർ എന്നവരുടെ മരണം ഞങ്ങളുടെ കൈകൊണ്ടാക്കരുതേ അല്ലാഹ്. കാരണം നബി തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, യാ അമ്മാർ തഖ്തുലുകൽ ഫിഅത്തുൽ ബാഗിയ, ഏതൊരു വിഭാഗമാണോ